ഇല്ല, ഇറാൻ തോൽക്കില്ല. ഉണ്ണിസാറിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഒരുപക്ഷെ നമ്മൾ എല്ലാം കണ്ടിരിക്കേണ്ട ഏറ്റവും നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഒന്നാണ് ഇറാൻ തോൽക്കില്ല എന്ന ഉണ്ണിസാർ തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക്. 100% അദ്ദേഹം പറയുന്നത് നിഷ്പക്ഷമാണ്, വസ്തുനിഷ്ഠമാണ്. അതോടൊപ്പം നമ്മൾ പരിശോധിക്കുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും എന്തിനാണ് ഇറാനെ എതിർക്കുന്നത് എന്നുള്ളതാണ്. അതിന് റീസൺ ഒന്നേ ഉള്ളൂ. ഈ ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എവിടെയാണ്, ഇറാൻ എവിടെയാന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ പോലും അറിയാത്ത ചിലരാണ് മുസ്ലിം പേരുകാർ കുറെ പേര് മരിക്കുന്നതിൽ സന്തോഷം കാണിക്കുന്നതും, അല്ലെങ്കിൽ ഈ 160 പെൺകുട്ടികൾ മരിച്ചു എന്ന് പറയുന്ന ആ ഫോട്ടോയ്ക്ക് താഴെ പോലും വന്ന് ചിരിയുടെ ഇമോജി ഒക്കെ ഇടുന്നത് മനസ്സിലെ ഒരുതരം പെർവേർഷനാണ്, മനസ്സിലെ ഒരുതരം വൃത്തികേടാണ്. അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? ഒരു അന്ധമായ ഇസ്ലാമോഫോബിയ മാത്രമാണ് അതിന് കാരണം. ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഇറാൻ തോൽക്കില്ല എന്ന് അതിശക്തമായ രീതിയിൽ കാര്യകാരണങ്ങളെ വെച്ച് ഉണ്ണിസാർ വിശദീകരിക്കുന്നത് നമ്മൾ എല്ലാം കണ്ടിരിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രപരമായ കാരണങ്ങളടക്കം അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ണിസാറിന്റെ കഴിഞ്ഞ 2 സർജിക്കൽ സ്ട്രൈക്ക് കാണേണ്ടതാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ വാക്ക് പറയുന്നില്ല, ട്രംപിനെ കുറിച്ച് ഉണ്ണിസാർ പറഞ്ഞ വാക്ക് പറയുന്നില്ല. കാര്യം എനിക്ക് ഈ വർഷം US പോകാനുള്ളതാണ്. ഇനി ഒരു സോഷ്യൽ മീഡിയ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രംപിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും അമേരിക്ക നോക്കിയാണ് പലപ്പോഴും യാത്രാനുമതിയും മറ്റും തരുന്നത്. അതുകൊണ്ട് ഉണ്ണിസാർ മുമ്പ് ട്രംപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കയറി നോക്കിയാൽ മതി. അമേരിക്കയിലൊക്കെ അവിടുത്തെ 1-2 സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നമുക്ക് ബന്ധവും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉണ്ണിസാർ പറഞ്ഞ കട്ടിക്ക് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് കയറി നോക്കാം. പക്ഷേ ഇറാൻ തോൽക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അത് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ, ലോകത്ത് നീതിയും ന്യായവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് നിങ്ങളെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ ശക്തമായ നമ്മുടെ മലയാള മാധ്യമ രംഗത്ത് ഇങ്ങനെ ഒരാളുള്ളത് തന്നെ നമുക്ക് ഭാഗ്യമാണ്. പ്രസക്ത ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇന്നിപ്പോൾ 5 ദിവസം. അതാണ് കറക്റ്റ്. അതിൽ ഏറ്റവും പ്രധാന പോയിന്റുകളുണ്ട്. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന പ്രമുഖമായ സ്വരങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ ഇസ്രായേൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അമേരിക്കയോടല്ലാതെ തന്നെ ഇറാനെ ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ്. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. അമേരിക്ക ഇറാൻ യുദ്ധമല്ല, ഇത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതാണ്. അതാണ് അതിന്റെ സത്യം. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു മനൂവറിംഗിലേക്ക് അമേരിക്ക എടുത്തു ചാടുന്നതോ അല്ലെങ്കിൽ വന്ന് വീഴുന്നതോ ആണ്. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാർ അവരുടെയും കൂടെ ലാഭം നോക്കി ചെയ്യുന്നതാണ്. ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ 2 പ്രധാന ചോദ്യങ്ങളാണ് ഉയർന്നു വരിക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു വരും എന്നുള്ളതാണ്. ഒരു യുദ്ധം ആരംഭിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അതാണ് സത്യം. ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, എന്തിന്റെയെങ്കിലും പേരിൽ ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങുമ്പോൾ അതിന് ആക്ഷൻ ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും, കൗണ്ടർ ആക്ഷൻ ഉണ്ടാകും, കോൺസിക്വൻസസ് ഉണ്ടാകും, ഒരുപാട് ജീവൻ നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുമ്പത്തെ പരാജയങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി വിയറ്റ്നാം എന്ന കുഞ്ഞു രാജ്യത്തെ പോലും അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അത് വിയറ്റ്നാമീസ് ജനതയുടെ പോരാട്ട വീര്യമാണ്. അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. 20 വർഷവും പല ട്രില്യൺ ഡോളേഴ്സും അമേരിക്ക ചെലവാക്കിയിട്ട് അവസാനം അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഭയപ്പെട്ട് ഓടേണ്ടി വന്നു. അവരുടെ പഴയ മിലിറ്ററി എക്യുപ്മെന്റ്സ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ള മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉപേക്ഷിച്ച് അമേരിക്കൻ സൈന്യത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അഫ്ഗാൻ ജനതയുടെ പോരാട്ട വീര്യമാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റുകാരോട് നമുക്ക് ആശയ വ്യത്യാസം ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാരോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, നിലപാട് വ്യത്യാസമുണ്ട്, തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ വേറൊരു രാജ്യത്ത് കയറി ആ രാജ്യത്തെ ജനതയെ അടിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ആ ജനതയുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ അധിനിവേശ സ്വഭാവത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഭാരതീയന്റെ, ഇന്ത്യക്കാരന്റെ, മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റുകാരോട് വിയോജിപ്പാണ്, അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് വിയോജിപ്പാണ്. പക്ഷെ ആ രാജ്യങ്ങളെ അതിക്രമിച്ച് കയറുന്ന അമേരിക്കയുടെ നടപടി തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 1999 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു യുദ്ധം ആരംഭിക്കാൻ ഏത് രാഷ്ട്രത്തിനും കഴിയും, പക്ഷെ ആ യുദ്ധം എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു വലിയ ആശങ്കയാണ്, വലിയ ആശയക്കുഴപ്പമാണ് എന്നാണ് അത് വാജ്പേയി പറഞ്ഞത്.
വാജ്പേയിജിയെ തന്നെ കോട്ട് ചെയ്ത് തുടങ്ങുന്നതിന്റെ റീസൺ ഇത് കേൾക്കുന്ന വലതുപക്ഷക്കാർക്കും കുറച്ച് തലയിൽ ബുദ്ധിയും ബോധവും ഉണ്ടാകണം. ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ മരിക്കുന്നവരുടെ പേര് മുസ്ലിങ്ങളാണെങ്കിൽ ഇമോജി ഇടുന്ന ചിരിക്കുന്ന ഊള പരിപാടി നിർത്തണം. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അത് രാജ്യദ്രോഹമാണ്. അതായത് യഥാർത്ഥത്തിൽ ലോകത്ത് എവിടെയും സാധാരണക്കാർ മരിച്ചാലും, അത് ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും, യഥാർത്ഥത്തിൽ മനുഷ്യർ മരിക്കുന്നു എന്ന തിരിച്ചറിവ് വേണം. അല്ലാതെ ഇത്രയും സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അറിയാതെ അപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിം ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ മനോഭാവം ഈ തീവ്ര വലതുപക്ഷക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി അടക്കം കോട്ട് ചെയ്യുന്നത്. സെൻസിബിളായ വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞെങ്കിലും കേൾക്കണം. ഞാൻ അതുകൊണ്ടാണ് രാവിലെ ഒരു വീഡിയോ ചെയ്തു അർണബ് ഗോസ്വാമിയെ കോട്ട് ചെയ്തുകൊണ്ട്. നിങ്ങളുടെ മുസ്ലിം വിരോധത്തിൽ, അന്ധമായ ഇസ്ലാമോഫോബിയയിൽ സങ്കീർണമായ ലോക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ വലതുപക്ഷത്തെ ആൾക്കാർക്കും ഈ ക്രിസംഗികൾക്കും പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ലോകത്ത് മറ്റൊരു യുദ്ധം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 4 വർഷം പഴക്കമുണ്ട് ആ യുദ്ധത്തിന്. ആ യുദ്ധം നടക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലാണ്. കേട്ടോ ഒരു കാര്യം കൂടെ, അതിൽ ഉക്രൈൻ പ്രസിഡന്റ് വിളിച്ച സമാധാന യോഗം, ഇന്റർനാഷണൽ സിവിൽ സൊസൈറ്റിയുടെ സമാധാന യോഗം, ഉക്രൈനിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളുടെ യോഗം, അതിൽ 3 തവണ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. യുക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് മരണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വേദനാജനകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ അത് സംബന്ധിച്ച വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കാറ് തന്നെയില്ല. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധമുണ്ടല്ലോ അത് 4 ആഴ്ച കൊണ്ട് സമാപിക്കും എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ആ കണക്ക് പറഞ്ഞത് എന്ന് ട്രംപിന് കള്ളം പറയുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ട് ട്രംപിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും വേണ്ട. കള്ളം പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, അസത്യം മാത്രം പറയുന്ന, അല്ലെങ്കിൽ കൂടുതലും അസത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. അറിയില്ല, പക്ഷേ ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് ലോകത്തിന്റെ വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 2 രാഷ്ട്രങ്ങൾക്കിടയിലുള്ള യുദ്ധം. കറക്റ്റാണ്, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അതാണ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. മാത്രമല്ല അതൊരു പ്രവിശ്യ യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു റീജിയണൽ വാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം അതൊരു വലിയ ആശങ്കയായി കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത്, ടക്കർ കാൾസൺ ഇസ്രായേലിലേക്കുള്ള അമേരിക്കൻ അംബാസിഡറോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അറിയാതെയാണെന്ന് തോന്നുന്നു, മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇസ്രായേൽ എടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവരുത്. ഇസ്രായേൽ എന്ന രാജ്യത്ത് പോയിട്ടുള്ള അവിടുത്തെ ഡിപ്ലോമാറ്റ്സിനോട് സംസാരിച്ചിട്ടുള്ള, ഇസ്രായേലും പാലസ്തീനും അടക്കമുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് ഇസ്രായേലിൽ നെസറ്റിൽ പോയി വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇസ്രായേൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് എല്ലാ മിഡിൽ ഈസ്റ്റും അവർക്കങ്ങ് എടുത്തോളാം എന്ന് പറയുന്ന മനോഭാവം അമേരിക്കയിലെ ചില ആൾക്കാർക്കും പാശ്ചാത്യ ലോകത്തിലെ ചില ആൾക്കാർക്കും ഈ തീവ്ര ഇസ്ലാമോഫോബിയ ബാധിച്ചവർക്കും ഉണ്ട്. അങ്ങനെയല്ല, എല്ലാ രാജ്യങ്ങളും നിലനിൽക്കണം. ഏതെങ്കിലും ഒരു രാജ്യം മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും നിലനിൽക്കണം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പോലെ ഇസ്രായേലാണ് ഇറാനെ ആദ്യമായി ആക്രമിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ കൂടി ഇറാൻ ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നില്ല ഇറാന്റെ ലക്ഷ്യം, മറിച്ച് ആ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിൽ പലരും അറിയാതെ പോകുന്നൊരു കാര്യമാണ്. ഇറാൻ സൗദി അറേബ്യയും ഒമാനെയും ആ രാജ്യങ്ങളെ അല്ല ആക്രമിക്കുന്നത്, അവിടത്തെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഇന്നലെ ഒരു തീവ്ര വലതുപക്ഷത്തെ സുഹൃത്ത് എനിക്ക് അതിലായിട്ട് എഴുതിയിരുന്നു, അതിന് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ, നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ടോന്ന്, ആ സൈനിക ബേസുകൾ ഉണ്ടെന്ന് പോലും ഇവർക്കറിയില്ല. അതായത് ഈ അറബ് രാജ്യങ്ങളിൽ പലതും അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട്. ആ സൈനിക ബേസിൽ നിന്നാണ് പലപ്പോഴും ഇവർ ഈ ആക്രമവും അതിക്രമവും ചെയ്യുന്നത്. ആ സൈനിക ബേസുകൾക്ക് നേരെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിക്കുന്നത്. സൗദി അറേബ്യയിലെ അരാംകോ ആക്രമണം തങ്ങളല്ല ചെയ്തതെന്ന് ഇറാൻ പറയുകയുണ്ടായി. ആ അവസരത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട ടക്കർ കാൾസൺ എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിക്കുന്നത് പോലെ, ഇസ്രായേലിലെ ചില ആൾക്കാർ സൗദിയിലും ഖത്തറിലും തീവ്രവാദം, ബോംബ് ഭീഷണി അല്ലെങ്കിൽ തീവ്രവാദം നടത്താൻ തീരുമാനിച്ചിരുന്നു, എന്നിട്ട് അത് ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അത്തരം വിഷയങ്ങളോട് നമ്മൾ മനസ്സിലാലോചിക്കണം. ലക്ഷ്യം നമുക്കറിയാമല്ലോ. ബഹ്റൈനില്, അതുപോലെ തന്നെ ഒമാനില്, ഖത്തറില്, സൗദി അറേബ്യയില്, കുവൈറ്റിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഓരോ വിദേശകാര്യമന്ത്രിമാരെയും ടെലിഫോൺ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളെയല്ല. അതാണ് പോയിന്റ്. അവരാക്രമിക്കുന്നത് ആ രാജ്യങ്ങളെയല്ല, ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ്. നിങ്ങളുടെ രാജ്യത്ത് നിലകൊള്ളുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളെയാണ് എന്ന്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഇതൊരു വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. അവിടെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, അവിടെ വ്യോമ ഗതാഗതമെല്ലാം നിലച്ചിരിക്കുകയാണ്, മാത്രമല്ല ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. സ്വന്തം സൈനിക താവളങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതലും അമേരിക്ക എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇറാന് കൃത്യമായി അവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ ഇസ്രായേലിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്
നിൽക്കുകയാണ് അമേരിക്ക. ആ അർത്ഥത്തിൽ അമേരിക്ക കാണിക്കേണ്ട മുൻകരുതൽ കാണിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം വളരെ ശക്തമാണ് ഗൾഫ്. എങ്ങനെ മുൻകരുതൽ കാണിക്കും? ഡൊണാൾഡ് ട്രംപിന്റെ ഇറാറ്റിക്കായ തലതിരിഞ്ഞ നയങ്ങളുടെ പേരിലാണ് ഈ ആക്രമണം നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ഇസ്രായേൽ ഈ സമയത്ത് ആക്രമിക്കാം എന്ന് പറയുന്ന അവസരത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അവസരത്തിന്റെ 2 ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ലഭ്യമായ എല്ലാ സൂചനയും ഉണ്ടാകുന്നത് ഇസ്രായേലുകാർക്ക് അപ്പോഴേ മനസ്സിലറിയായിരുന്നു. ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്യുന്നതാണല്ലോ. ഇസ്രായേലിലെ ഓൺവോയ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അംബാസിഡർ അങ്ങനെയല്ല, നരേന്ദ്രമോദി പോയതിനു ശേഷമാണ് തങ്ങൾക്കൊരു വിൻഡോ കിട്ടിയതെന്ന് പറഞ്ഞു. എത്രമാത്രം വിശ്വസനീയമാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു നിലപാട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ മണ്ണിൽ നിൽക്കുകയും സമാധാനവും ഐക്യവും അല്ലെങ്കിൽ ശക്തമായ യോജിപ്പും ഒക്കെ പറയുന്ന അവസരത്തിൽ പോലും ഇന്ത്യയുടെ മറ്റൊരു സുഹൃത്തായ 3000 മുതൽ 5000 വർഷം ബന്ധമുള്ള ഇറാന്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ചില്ലാതാക്കാൻ അവർ അപ്പം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള ഇന്ത്യക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. രാജ്യങ്ങൾക്കിടയിൽ എന്ന് മാത്രവുമല്ല, ഗൾഫിനെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ അമേരിക്കയോട് വലിയ ആശ്രയത്വം സ്ഥാപിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. നോക്കൂ, അവരുടെ സാമ്പത്തിക പിൻബലം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് സ്വന്തം ടെറിട്ടറി ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടി അവർ അനുവദിച്ചു നൽകിയത്. പക്ഷേ ഇപ്പോൾ അത് അവർക്കൊരു വലിയ തലവേദനയായിരിക്കുകയാണ്, അവർക്കൊരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മുകളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? നോക്കൂ, അമേരിക്കൻ എംബസികൾ ഓരോന്നോരോന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാകുമ്പോൾ എത്ര നാൾ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഇത് ലോകത്തിന്റെ തന്നെ വലിയ ആശങ്കയാണ്. ആ അർത്ഥത്തിൽ അമേരിക്ക കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് അധിക നാൾ നീണ്ടുപോകാൻ കഴിയില്ല എന്നാണ് യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദഗ്ധരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ആദ്യം അമേരിക്ക പറഞ്ഞ കാര്യങ്ങളിലൊന്ന് റെജീം ചേഞ്ച്, അവിടുത്തെ റെജീം ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം മാറി റാസ പെഹൽവി ഷാ പോലുള്ള 1979 മുമ്പ് ഭരിച്ചവർ വരണം എന്നുള്ള സ്വരത്തിലൊക്കെയാണ്. ഇപ്പൊ റെജീം ചേഞ്ച് വേണ്ട, ഇറാന്റെ മിലിറ്ററി കപ്പാസിറ്റിയെ തകർക്കാൻ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന രീതിയിലേക്ക് അവർ ചുരുങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ നിലപാട് മാറ്റിയിട്ടില്ല, പക്ഷെ അമേരിക്ക നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചു വരാൻ പോകുന്നത്? നോക്കൂ, ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രയേലും അമേരിക്കയും പറഞ്ഞത് ഇതൊരു പ്രീഎംപ്റ്റഡ് വാർ ആണ് എന്നാണ്. അതായത് ഒരു മുൻകൂർ പ്രതിരോധം തീർക്കുകയാണ്. ഇറാഖിനെ ആക്രമിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇറാഖിന്റെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് ഉണ്ട്, ഞങ്ങളെ കൊല്ലാൻ പോകുന്നു. ഇറാഖ് 2-3 ദിവസത്തിനുള്ളിൽ അമേരിക്കയെ അടിക്കും, അമേരിക്കയുടെ ഉള്ളിലേക്ക് മിസൈൽ വീഴ്ത്തുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട അമേരിക്കൻ ജനതയെ പറഞ്ഞു പറ്റിച്ചതാണ്. ഓർക്കുക, ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനേക്കാൾ ആഴമായിട്ടുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പോലെ, അതായത് രാഷ്ട്രീയക്കാരും ആയുധ വ്യാപാരികളുടെ ലോബിയും തമ്മിൽ നടത്തുന്ന പല ഡീലുകളുടെ ഭാഗം കൂടിയാണ്. അതായത് ഇറാഖിന്റെ കയ്യിൽ ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷനും ഇല്ലായിരുന്നു. പക്ഷേ ഇറാഖ് നമ്മുടെ അമേരിക്കയെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് കപട രാജ്യസ്നേഹം, കപട ദേശീയത ഉൽപ്പാദിപ്പിച്ച് ആ കപട ദേശീയതയുടെ പുറത്തുകൊണ്ട് നിന്ന് അവർ ചെയ്യിച്ചതാണ് ഇറാഖ് ആക്രമണം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. 1000കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ഇറാഖിലെ പാവം ജനങ്ങൾ കൊല്ലപ്പെട്ടു, ട്രില്യൺസ് ഓഫ് ഡോളർ ചെലവായി. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്ക് അത് ഒരു വിടവും ഉണ്ടാക്കി. ഇതൊക്കെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാർ സമ്മതിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തെറ്റായ നയങ്ങൾ ഒരു വലിയ പ്രശ്നമാണ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നു. ആ പദ്ധതി മനസ്സിലാക്കുന്ന ഇസ്രായേല് മുൻകൂട്ടി ഇറാനെ ആക്രമിക്കുന്നു. ഇതൊരു മിലിറ്ററി തന്ത്രമാണ് കേട്ടോ. ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് പറയുക. നമ്മളെ ആക്രമിക്കാൻ ഒരു ശത്രു തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ തയ്യാറായി നിൽക്കണമെന്നുമില്ല, തയ്യാറായി നിന്നു എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അവരെ ആക്രമിക്കുക. ആ ശത്രുവിനെ അങ്ങോട്ട് ആക്രമിക്കുക, അതൊരു മിലിറ്ററി തന്ത്രമാണ്. അതാണ് ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ 900 എയർ സ്ട്രൈക്കുകളാണ്, വ്യോമാക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത് കേട്ടോ. ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഇറാന് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെയാണ് ആ രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടത്. ഖമനേയി കൊല്ലപ്പെട്ടു. ഖമനേയി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ മകനും മരുമകളും കൊച്ചുമകളും കൊല്ലപ്പെട്ടു. ആ കുടുംബം തന്നെ വൈപ്പ് ഔട്ടായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതായിരുന്നു ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച, അതുപോലെ തന്നെ ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. ആരാണ് ഈ ഖമനേയി എന്ന് പറയുന്നയാൾ? അദ്ദേഹം ഷിയ വിഭാഗത്തിന്റെ ആത്മീയ നേതാവാണ്. ഈ പോപ്പ് എങ്ങനെയാണോ ക്രിസ്തീയ സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്നത്, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഷിയ മുസ്ലിങ്ങളുടെ. ഈ പറയുന്ന ഇറാനിൽ ശരിക്കും പറഞ്ഞാല് ഷിയയും സുന്നി വിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റുമുട്ടലാണ് ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് ഇറാൻ ഒറ്റക്കെട്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ഇറാനിൽ ഭരണപരമായ ധാരാളം പ്രശ്നങ്ങളും ഇറാനിൽ ചില സ്ത്രീകൾക്ക് നേരെ അവിടുത്തെ എക്സസീവ് സദാചാര പോലീസ് പോലുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും
മഹദി ഹസീന, അവരുടെ പേര് ഞാൻ വിട്ടുപോയി, അവരടക്കമുള്ള സ്ത്രീകളുടെ മരണത്തിലേക്ക് വഴിവെക്കുകയൊക്കെ ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം വിമർശിക്കേണ്ടതാണ്. അതിനെതിരെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ആ രാജ്യത്തിൽ കടന്നു കയറി അതിക്രമം കാണിക്കുമ്പോൾ മുമ്പ് അവർ മറ്റേത് ചെയ്തുകൊണ്ട് നല്ലതാണെന്ന് പറയാനുള്ള മൗഢ്യം നമുക്കില്ല. അതായത് യഥാർത്ഥത്തിൽ ഇറാനുള്ളിൽ ഭരണത്തിന്റെ ചില കാര്യങ്ങളിൽ മാറ്റം വരേണ്ട ആവശ്യം തന്നെയാണ്. പക്ഷേ അതിന് ഇറാന്റെ പരമാധികാരിയായ അല്ലെങ്കിൽ ഇറാന്റെ ഏറ്റവും വലിയ ലീഡറെ കൊല്ലുകയും അവരുടെ നാടിനുള്ളിൽ അക്രമം നടത്തുകയും ചെയ്യുകയല്ല. ഏതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരുപാട് പോളിസീസ് തെറ്റാണ് എന്ന് പറഞ്ഞ് നാളെ ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയിലേക്ക് കടന്നു കയറി ഡൊണാൾഡ് ട്രംപിനെ കൊന്നിട്ട് ഡൊണാൾഡ് ട്രംപിനെ കൊന്നത് അമേരിക്കയിലെ ഈ തെറ്റായ പോളിസി ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് വെറും എക്സ്ക്യൂസ് മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം. ആഭ്യന്തര വിയോജിപ്പുകളും അവർ മറന്നു. കൂട്ടായിട്ടാണ് ആളുകൾ തെരുവിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞത്. അങ്ങനെ ഒരു ദേശീയ വികാരമാണ് ഖമനയുടെ കൊലപാതകത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് കൊലപാതകം എന്ന് തന്നെ പറഞ്ഞത് റഷ്യയിലെ പുടിൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ ശക്തമായി അപലപിച്ചു. വിഷമമെന്ന് പറയട്ടെ, വേദനാജനകമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യമായ ഇന്ത്യ, ഭാരതം, നമ്മുടെ അടുത്ത സുഹൃത്തായ ഇറാന് അത്ര വലിയൊരു ആക്രമണം നേരിട്ടിട്ടും വേണ്ട രീതിയിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വിഷമകരമായ സത്യമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇറാന്റെ പതാകയ്ക്ക് താഴെ അവിടുത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇറാൻ ഈ യുദ്ധത്തിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം തന്നെ മാറിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതിജീവനം മാത്രമല്ല കേട്ടോ. ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ നിന്ന് തന്നെ അമേരിക്കയെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചത്. മറ്റൊരു ഗുരുതരമായ നീക്കം കൂടി ഇറാൻ നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ് ഇറാൻ. ഈ ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് പേർഷ്യൻ ഉൾക്കടലിലെ ഒരു കപ്പൽ പാതയാണ്, ഒരു കപ്പൽ ചാലാണ്. അവിടെ ആധിപത്യം എന്ന് പറയുന്നത് ഇറാനാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്നത് ഈ കപ്പൽ ചാലിലൂടെയാണ്. അവിടെ ഇറാന്റെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല കേട്ടോ, ഹിസ്ബുള്ളയുടെ ഭീകരവാദികളും അവിടെ തന്നെയാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഈ ഹിസ്ബുള്ളയെ ചെറുതായി കാണണ്ട. അവർ അവകാശപ്പെടുന്ന ഏതാണ്ട് 30,000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ്. അപ്പോൾ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളും ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഹോർമൂസ് ഹിസ്ബുള്ളയും ഹമാസും ചെയ്യുന്ന കാര്യങ്ങളോട് ആർക്കും യോജിപ്പില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹിസ്ബുള്ള എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാര്യം അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. അവർ ഇന്ത്യ ഹമാസിനെ ഒഫീഷ്യലി തീവ്രവാദമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ബാലൻസ് ഒക്ടോബർ 7 അവർ നടത്തിയത് തീവ്രവാദ ആക്രമണമാണ് എന്ന് പറയാനുള്ള കാര്യം നമ്മൾ കാണിച്ചു. കാര്യം ഇന്നസെന്റ് സിവിലിയൻസിന് മേളിലാണ് ചെയ്യുന്നത്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂവാൻസ് ആണ്. ഒരു നൂൽപാലത്തിലൂടെ നടക്കുന്നത് പോലെയാണ്. ഉണ്ണിസാർ അതിൽ വളരെ കൃത്യമായി തന്നെ, അതായത് ഇറാന്റെ നിലപാടുകളെ അനുകൂലിക്കുമ്പോഴും ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഹിസ്ബുള്ള അടക്കമുള്ളവരെ തീവ്രവാദികൾ എന്ന വാക്ക് വെച്ച് തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത്. പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിലൂടെ ഇപ്പോൾ എണ്ണക്കപ്പലുകൾ യാത്ര ചെയ്യുന്നില്ല. ആരെങ്കിലും ആ ചാലിലൂടെ യാത്ര ചെയ്താൽ അവരെ ഇല്ലാതാക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലോകത്തിതാ ഒരു ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകാൻ പോവുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എണ്ണയുടെ വില ബാരലിന് $74 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് $84 കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് 8% വില വർധനയാണ് എണ്ണയ്ക്ക് അന്താരാഷ്ട്ര കമ്പോളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് $10 വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ 800 രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതൊരു ചെറിയ നമ്മളെ എല്ലാം ഇത് ബാധിക്കും. ഈ ചില തലതിരിഞ്ഞവന്മാർ നടത്തുന്ന യുദ്ധക്കൊതി നമ്മുടെ എല്ലാം ജീവിതത്തെ, സ്ഥാനങ്ങളുടെ വില കൂടും, ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടും. പ്രതിസന്ധിയല്ല, ഒരു ചെറിയ വിലക്കയറ്റമല്ല. നോക്കൂ, പല ആഗോള രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 40-45 ദിവസത്തെ ഇന്ധനം മാത്രമാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഈ യുദ്ധം നീളുകയാണെങ്കിൽ ഓരോ രാജ്യവും പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് ലോക രാഷ്ട്രങ്ങൾ തന്നെ ഈ യുദ്ധത്തിനെതിരായിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളും ലോകത്തിലെ വിവരമുള്ളവരും എല്ലാം ഈ യുദ്ധത്തിനെതിരാണ്, ക്രിസംഖികളും തീവ്ര ഹിന്ദുത്വവാദികളും ഒഴികെ. അമേരിക്ക ഇപ്പോൾ കടുത്ത സമ്മർദ്ദം, അവർക്ക് സ്വന്തം രാജ്യം നശിച്ചാലും കുഴപ്പമില്ല, ഏതെങ്കിലും മുസ്ലിമിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകണം, ഇത്രയും മാത്രമേ അവരുടെ ചിന്തയുള്ളൂ. ആ കടുത്ത സമ്മർദ്ദമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇറാൻ ഇപ്പോഴത്തെ യുദ്ധത്തെ ഒരു വലിയ റീജിയണൽ വാറായി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, എല്ലാ ലോകരാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കടുത്ത സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ അല്ല, മറിച്ച് അമേരിക്കയാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ അമേരിക്ക അടിപതറുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇറാനോടൊപ്പം നിശബ്ദ പങ്കാളിയായ ഒരു രാഷ്ട്രം കൂടി നിലയെടുത്തിട്ടുണ്ട്. ആ പങ്കാളി രാഷ്ട്രത്തിന്റെ പേര് ചൈന എന്നാണ്. ചൈന വളരെ സൂക്ഷ്മമായിട്ടാണ് ചൈനയും റഷ്യയുമാണ് ഈ അമേരിക്കയുടെ ശാക്തികമായ ചേരിയുടെ മറുവശത്ത് നിൽക്കുന്നത്. അങ്ങനത്തെ രാജ്യങ്ങളും വേണം. ഇല്ലെങ്കിൽ ഏകപക്ഷീയമായ അല്ലെങ്കിൽ
തികച്ചും വൺ സൈഡഡ് ആയ ഒരു അറ്റാക്ക് ഉണ്ടാകും. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ എന്തും ചെയ്യും എന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്കറിയുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഓപ്പൺ ആയിട്ടാണ് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതുവരെ ചൈന ഇറാന് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും വളരെ പ്രധാനപ്പെട്ട ചില സാങ്കേതിക വിദ്യകൾ ഇറാന് ചൈന കൈമാറ്റം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഗൂഗിൾ പ്രവർത്തനക്ഷമമല്ല. ഗൂഗിളിനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള രാജ്യമാണ് ചൈന. എന്തുകൊണ്ടാണ്? ഗൂഗിൾ സമാഹരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നേരെ പോകുന്നത് അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായ പെന്റഗണിലേക്കാണ് എന്ന് ചൈനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സർവൈലൻസിനും മറ്റും വേണ്ടി ഗൂഗിള് അമേരിക്കയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ChatGPT-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അതാണുള്ളത്. നമ്മുടെ എല്ലാം ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡേറ്റ മിസ്യൂസ് ചെയ്യപ്പെടരുത്. ചൈന മുൻകൂട്ടി ഗൂഗിളിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. പകരം അവർ ബെയ്തു എന്ന് പറയുന്ന ഒരു പുതിയ ഇന്റർനെറ്റ് സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൽ ബെയ്തു 3 എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു മിലിറ്ററി സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യ ചൈന ഇറാന് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നോക്കൂ, ബെയ്തു 3ന്റെ പ്രത്യേകത എന്താണ്? കൃത്യമായി മിസൈലുകൾ അതിന്റെ ടാർഗറ്റിൽ 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, ആക്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് ബെയ്തു 3ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നോക്കൂ, ഈ ശത്രു രാജ്യത്തെ ലക്ഷ്യമാക്കി പോകുന്ന വിമാനങ്ങളുടെ സന്ദേശങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാനും ബെയ്തു 3ന് കഴിയും. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണല്ലോ കുവൈറ്റ് ഈ പറയുന്ന അമേരിക്കയുടെ 3 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയത്. 3 ഫൈറ്റർ ജെറ്റുകളെയാണല്ലോ വെടിവെച്ച് വീഴ്ത്തിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൗതുകമുള്ള വാർത്തയാണ്. വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. കുവൈറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണല്ലോ. എന്തിനാണ് അമേരിക്കയുടെ ഈ ഫൈറ്റർ ജെറ്റുകളെ കുവൈറ്റ് വെടിവെച്ച് വീഴ്ത്തിയത്? കയ്യബദ്ധം പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? നോക്കൂ, അമേരിക്കയുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ ലക്ഷ്യം വെച്ചത് ഇറാനെയാണ്. അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ പല രാജ്യങ്ങൾ കടന്നാണ് ഈ യുദ്ധവിമാനം പോവുക. അത് പ്രധാനമായിട്ടും സൗഹൃദ രാജ്യങ്ങളുടെ മുകളിലൂടെ ആയിരിക്കും ഈ യുദ്ധവിമാനങ്ങൾ പോവുക. അപ്പോൾ താഴത്തേക്ക് അവർ മെസ്സേജ് കൊടുക്കും, ഞങ്ങൾ നിങ്ങളുടെ മിത്രമാണ് എന്ന്. പക്ഷേ കുവൈറ്റിലേക്ക് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ശത്രുവാണ് എന്നായിരുന്നു. ആ അർത്ഥത്തിൽ ആ മെസ്സേജിനെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊന്നാക്കി മാറ്റിയത് ഈ ബെയ്തു 3 എന്ന് പറയുന്ന ഈ പുതിയ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ കൗതുകമുള്ള റിപ്പോർട്ടാണ്. ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ വളരെ അഡ്വാൻറ്റേജസ് ആയ പൊസിഷനിലേക്ക് ഇറാൻ മാറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരു ചർച്ചയും ഇനി ആവശ്യമില്ല, നിങ്ങൾ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു റെഡ് ലൈൻ ആണ്. വേറൊരു രാജ്യത്ത് കടന്നു കയറി, അത് വെനിസ്വേലയിലാകട്ടെ ഇറാനിലാകട്ടെ. എന്തുകൊണ്ടാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ 3 എണ്ണയുള്ള സ്ഥലങ്ങൾ വെനിസ്വേല, ഇറാൻ, സൗദി അറേബ്യ. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹം. എന്നിട്ട് പറയുന്നതോ അവിടെയാണ് ഏറ്റവും സഹിക്കാൻ കഴിയാത്ത കാര്യം, ആ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയാണ്, ഡെമോക്രസിക്ക് വേണ്ടിയാണെന്ന് തെള്ളുകയും ചെയ്യും. ഇത്രയും തെള്ളുന്ന വേറൊരു ഇത് കാണില്ല, വേറൊരു സംവിധാനം കാണില്ല. അതായത് വെനിസ്വേലയും ഇറാനെയും സൗദി അറേബ്യയും യഥാർത്ഥത്തിൽ അമേരിക്ക നിയന്ത്രിക്കേണ്ട ആവശ്യം അവിടുത്തെ ഓയിലാണ്. എന്നിട്ട് അവിടുത്തെ ജനാധിപത്യം, സ്ത്രീ വിമോചനം, ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയാൻ ഒരു മടിയും കാണില്ല. ഇത് വരുന്നതെല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇസ്രായേൽ ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ കൊട്ടിഘോഷിക്കപ്പെട്ട സൈനിക ശക്തിയൊക്കെ പൊള്ളയാണ് എന്നിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അവരിപ്പോൾ അമേരിക്കയെ മുന്നിൽ നിർത്തി ഏതാണ്ട് ഒരു യുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബാധ്യതയായിരിക്കുന്നു. അത് മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടത്തെ. അതുപോലെ തന്നെ ഇന്ധന പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളെയും ആകാംക്ഷയിലാക്കിയിട്ടുണ്ട്. അവരും അമേരിക്കൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണകൂടം സ്വന്തം രാജ്യത്ത് നിന്ന് നേരിടുന്ന പ്രതിസന്ധിയാണ്. അതിശക്തമായ പ്രതിഷേധം അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെയുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോരാട്ടമല്ല. അമേരിക്കയ്ക്ക് എന്താ ഇതിൽ സ്റ്റേക്ക്? 10 വർഷം കഴിഞ്ഞാണ് ഇറാൻ അമേരിക്കയിലേക്കുള്ള ഈ ആയുധങ്ങൾ വികസിപ്പിക്കാൻ സാധ്യത പോലും ഉള്ളൂ എന്ന് അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് ബ്രീഫിംഗ് ഉണ്ട്. അപ്പൊ ഇറാഖിനെ ആക്രമിച്ച പോലൊരു കാരണം കണ്ടുപിടിക്കുകയാണ്. എന്തിനാണ് ഈ അമേരിക്ക ഇറാനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ച് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അമേരിക്കൻ ജനതയ്ക്കും അറിയില്ല, സെനറ്റിനും അറിയില്ല. ആ അർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയും സമ്മർദ്ദവുമാണ് അമേരിക്കൻ ഭരണകൂടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അധിക നാൾ നീട്ടിക്കൊണ്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഈ യുദ്ധത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പിൻവാങ്ങേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധത്തിൽ ആര് വിജയിക്കും എന്ന് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഈ യുദ്ധത്തിൽ നിശ്ചയമായും ഇറാൻ തോൽക്കില്ല എന്ന് തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ നിരീക്ഷണം. ആ നിരീക്ഷണം പറഞ്ഞുകൊണ്ട് അതാണ്, ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നറിയില്ല. ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ആയുധ വ്യാപാരികൾ മാത്രമാണ്. അവർക്ക് മാത്രമേ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാകൂ. പക്ഷെ ഇറാൻ തോൽക്കില്ല എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ആഗ്രഹമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇറാന്റെ ഭരണകൂടത്തോട് 100 അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയത്തുള്ള ഖംനി നമ്മുടെ വിഷയത്തിൽ, കാശ്മീരിന്റെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിന് എതിരഭിപ്രായമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ
ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് വേറൊരു രാജ്യത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നത് ശരിയല്ല. അത് ഇന്റർനാഷണൽ ഓർഡേഴ്സിന്റെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഓർഡർ ക്രമത്തിന്റെ വയലേഷനാണ്, ഇന്റർനാഷണൽ ലോയുടെ വയലേഷനാണ് എന്ന് തുറന്നു പറയാൻ നമുക്കാകണം. ഈ തീവ്ര ക്രിസംഗികളും തീവ്ര ഹിന്ദുത്വവാദികളും പറയുന്നത് പോലെ അപ്പുറത്തൊരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ അവൻ മരിക്കട്ടെ എന്ന് പറയുന്ന വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടുകാർ എടുക്കരുത്. പകരം കാര്യങ്ങൾ പഠിച്ച്, അത് ഇന്ത്യക്കും ബാധകമാണ്. നാളെ നമ്മുടെ രാജ്യത്ത് ഇതേപോലെ അതിക്രമിച്ച് കയറുന്ന മനോഭാവങ്ങൾ ഉണ്ടാകും. അത് പാടില്ല. അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയണം. ഇറാൻ തോൽക്കില്ല, ഇറാൻ തോൽക്കരുത്.